ഷൈജു തലയോലപ്പറമ്പിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷൈജു, ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം അവിടെ ആശുപത്രിയിൽ സൂക്ഷിക്കുകയായിരുന്നു. എപ്പോഴാണ് വീട്ടിലേക്ക് എത്തിച്ചത്? ഈ പൊതുദർശനം എത്ര മണിവരെ ഉണ്ടാകും? അമൃത 8:40 ആരംഭിച്ച പൊതുദർശനം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ അറിയിച്ച തീരുമാനം അനുസരിച്ച് 11 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിച്ച് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക എന്ന ഒരു ക്രമീകരണമാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും ഈ പൊതുദർശനം നടക്കുന്ന പന്തലിലേക്ക് നാടിൻ്റെ നാനാഭാഗത്ത് നിന്ന് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ബിന്ദുവിൻ്റെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, ബന്ധുക്കൾ, നാട്ടുകാരടക്കമുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നീണ്ട നിര നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നേരത്തെ തന്നെ പ്രത്യേകം തയ്യാറാക്കി വരുന്ന എല്ലാവർക്കും ബിന്ദുവിനെ അവസാനം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് കൊണ്ട് ആ പ്രയാസമില്ലാതെ ആളുകൾ കണ്ടുമടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. മൃതദേഹം 8:40 ഇവിടേക്ക് എത്തിക്കുമ്പോൾ മകൻ നവനീതും മകൾ നവമിയും അമ്മയെ അവസാനമായി ഒരു നോക്ക് കണ്ട് ഒന്ന് വാരിപ്പുണരാൻ എത്തിയത് അങ്ങേയറ്റം സങ്കട കാഴ്ചയായിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നവമിയും നവനീതും ഇവിടേക്ക് എത്തിയത്. നവമിക്ക് കൂട്ടിരിക്കാൻ, നവമിയുടെ അസുഖത്തിന് കൂട്ടിരിക്കാൻ മെഡിക്കൽ കോളേജിലിരുന്ന അമ്മയെ അവസാനം അമ്മയുടെ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷിയാവുന്നതിന് മകൾ വരുന്ന ഒരവസ്ഥ, അത്രത്തോളം സങ്കടം. കഴുത്തിൽ അപ്പോഴും ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് അമ്മയെ വാരിപ്പുണർന്ന് പൊട്ടിക്കരഞ്ഞ് തൻ്റെ സങ്കടം വെളിവാക്കിയത്. ആ കാഴ്ച അങ്ങേയറ്റം കരളലിയിപ്പിക്കുന്നതാണ്. മകൻ നവനീതാവട്ടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് കിട്ടിയ ജോലിയിൽ ആദ്യ ശമ്പളം അമ്മയ്ക്ക് നൽകി അതിൻ്റെ സന്തോഷത്തിൽ വീട്ടിലേക്ക് എറണാകുളത്ത് നിന്ന് വരാനിരുന്ന മകൻ അമ്മയ്ക്ക് അന്ത്യചുംബനം കൊടുക്കേണ്ടി വരുന്ന ദുഃഖകരമായ, അങ്ങേയറ്റം സങ്കടകരമായ ഒരവസ്ഥ. ഭർത്താവ് വിശ്രുതൻ, തനിക്ക് വല്ലപ്പോഴുമുള്ള മേസ്തിരിപ്പണി കൊണ്ട് കുടുംബം പുലർത്തുന്നതിനപ്പുറത്തേക്ക് സ്ഥിര വരുമാനം ഒരു ദിവസം 300 രൂപയാണ് എങ്കിൽ പോലും വസ്ത്രവ്യാപാരശാലയിൽ നിന്ന് ലഭിക്കുന്ന ആ തുച്ഛമായ വരുമാനം കൊണ്ട് വീട് പുലർത്തിയിരുന്ന തൻ്റെ പ്രിയതമ നഷ്ടപ്പെട്ടതിൻ്റെ അങ്ങേയറ്റത്തെ വിങ്ങൽ, സങ്കടം, അത് ഉള്ളിൽ ഒതുക്കാതെ അത് പൊട്ടിക്കരഞ്ഞ് അത് വെളിവാക്കിക്കൊണ്ട് തന്നെ മൃതദേഹത്തിനരികിലേക്ക് ഓടിയെത്തിയ വിശ്രുതൻ, അമ്മ സീതാലക്ഷ്മി, ബന്ധുക്കൾ, അയൽവാസികൾ, നാട്ടുകാർ ഒക്കെ തന്നെയും കണ്ടു നിൽക്കുന്നവർക്കെല്ലാം കണ്ണു നനയുന്ന, മനസ്സ് വിങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ